ഹായ്. ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രണ്ട് ഫ്രേസസ് ആണ് യൂസ്ഡ് ടു ആൻഡ് ബി യൂസ്ഡ് ടു. ഇത് ഒരേപോലെ തോന്നും എങ്കിലും ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണിത് ഡിഫറെൻ്റ് ആവുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ലെസണിൽ നോക്കാം. യൂസ്ഡ് ടു എന്നത് ഒരു മോഡൽ വേർബ് ആണ്. കുഡ്, ഷുഡ്, വുഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു മോഡൽ വേർബ് ആണ് യൂസ്ഡ് ടു. പക്ഷേ ബി യൂസ്ഡ് ടു എന്ന് പറയുന്നതിലെ യൂസ്ഡ് ടു അത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് മുന്നിൽ മറ്റുള്ള അഡ്ജക്റ്റീവ്സ് പോലെ ബി ഉപയോഗിക്കാൻ പറ്റുന്നതും. ബി എന്ന് പറഞ്ഞാൽ പല ഡിഫറെൻറ്റ് ഫോംസ് ആവാം ബിയുടെ. ആം, ഈസ്, ആർ, വാസ്, വേർ ഇതൊക്കെ ആവാം. ബിയുടെ ഏത് ഫോം വേണമെങ്കിലും ആകാം. ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് അത് മാറും എന്ന് മാത്രം. ഇനി എന്താണ് ഇത് രണ്ടിൻ്റെയും മീനിങ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. യൂസ്ഡ് ടു അത് ഉപയോഗിക്കുന്നത് നമ്മൾ മുൻപ് പണ്ട് ഒരു ശീലമായി ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു, പതിവായി ആവർത്തിച്ച് ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയില്ലേ. ഇപ്പോൾ ഇല്ല, ആ കാര്യം ഇപ്പോൾ ചെയ്യുന്നില്ല, പക്ഷേ പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്നതിനാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. ഐ യൂസ് ടു റൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടാറുണ്ടായിരുന്നു, ഇപ്പോഴല്ല, പണ്ട് എനിക്കതൊരു ശീലമായിരുന്നു എന്നാണ്. ഹീ യൂസ് ടു ഗെറ്റ് അപ്പ് ഏർലി. ഗെറ്റപ്പ് എന്നാൽ എഴുന്നേൽക്കുക. അവന് നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടായിരുന്നു, അവൻ രാവിലെ എഴുന്നേൽക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇപ്പോഴല്ല, മുൻപ് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു എന്നർത്ഥം. അവിടെയാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. ഒരു ഡിസ്കണ്ടിന്യൂഡ് ഹാബിറ്റ് എന്ന് പറയാം. ഇനി ബി യൂസ്ഡ് ടു ആണെങ്കിലോ, ഹീ ഈസ് യൂസ്ഡ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി എന്നാണ് പറയേണ്ടത്. അത് ഇപ്പോൾ നേരത്തെ എഴുന്നേൽക്കുക എന്നത് അവനൊരു ശീലമായി, ഇപ്പോൾ അവനതൊരു ശീലമായി. പലപ്പോഴും പല കാര്യങ്ങളും പുതിയതായി തുടങ്ങുമ്പോൾ നമുക്ക് അതിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഒക്കെ തോന്നും. പക്ഷേ പിന്നീട് അത് ശീലമായി കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നവുമില്ല. ദാറ്റ് ഡസൻറ്റ് ബോദർ മീ മച്ച് എന്ന് പറയില്ലേ, ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഇപ്പോൾ അതെനിക്കൊരു ശീലമായി, അതിനൊരു പ്രശ്നവുമില്ല. അതാണ്. അപ്പോൾ ഹീ ഈസ് യൂസ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി എന്ന് പറഞ്ഞാൽ മുൻപ് ഉണ്ടായിരുന്നില്ല ആ ശീലം, പക്ഷേ ഇപ്പോൾ അവനത് പതിവായി ചെയ്ത് അതൊരു ശീലമായി എന്നർത്ഥം. അവിടെയാണ് ബിയുടെ ഉപയോഗം, ബി യൂസ്ഡ് ടു വരുന്നത്. ഹീ ഈസ് യൂസ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹീ ഈസ് ആണ് അവിടെ ഉപയോഗിച്ചത്, ബിയുടെ ഈസ് എന്ന ഫോമാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഐ ആം യൂസ് ടു എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഐ ആം യൂസ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി. ഷീ ഈസ് യൂസ് ടു, വി ആർ യൂസ് ടു, ദേ ആർ യൂസ് ടു. അങ്ങനെ പല ഡിഫറെൻറ്റ് ഫോംസ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിലും നമുക്ക് ഉപയോഗിക്കാം. ഐ വാസ് യൂസ് ടു, അത് എനിക്ക് ഒരു ശീലമായി പിന്നീട് എന്ന് പറയില്ലേ. അതുപോലെ ഇനി ഇപ്പോൾ പ്രശ്നമുണ്ട്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ശീലമായിക്കൊള്ളും, അതായത് ഫ്യൂച്ചർ ടെൻസ്. ഐ വിൽ ബി യൂസ് ടു. അങ്ങനെ ഡിഫറെൻറ്റ് ഫോംസിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ യൂസ്ഡ് ടു ആദ്യം നമ്മൾ ഉപയോഗിച്ചത് അത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിനൊരു പാസ്റ്റ് ഫോം തന്നെയേ ഉള്ളൂ. അത് ഒരു മോഡൽ വേർബാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ ഒരു ഫോം മാത്രമേ ഉള്ളൂ. യൂസ്ഡ് ടു എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം. യൂസ്ഡ് ടു ഉപയോഗിക്കുമ്പോൾ സ്ട്രക്ചർ, ഹീ യൂസ്ഡ് ടു ഗെറ്റ് അപ്പ് ഏർലി എന്നല്ലേ നമ്മൾ പറഞ്ഞ സെൻറ്റൻസ്. അപ്പോൾ ഹീ സബ്ജക്റ്റാണ്, ആദ്യം സബ്ജക്റ്റ് വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് നേരെ യൂസ്ഡ് ടു ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ V1 ഫോം ആണ്, അതായത് ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഗെറ്റ് അപ്പ് എന്നത് എഴുന്നേൽക്കുക, അതൊരു ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. ഹീ യൂസ് ടു ഗെറ്റ് അപ്പ്, ഹീ യൂസ് ടു റൺ, ഹീ യൂസ് ടു ഗോ. ഇങ്ങനെ ബേസ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഒരു ചേഞ്ചും വരില്ല. ഇനി ബി യൂസ്ഡ് ടു ആണെങ്കിൽ എന്താണ് സ്ട്രക്ചർ? ഹീ ഈസ് യൂസ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി എന്നല്ലേ നമ്മൾ പറഞ്ഞ സെൻറ്റൻസ്. അപ്പോൾ സബ്ജക്റ്റ് ഹീ, അത് കഴിഞ്ഞിട്ട് ഈസ് എന്നത് ബി,
ബി ഫോം ആണ്. അത് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് മാറ്റാവുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് യൂസ്ഡ് ടു. അത് കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് ഗെറ്റിംഗ് അപ്പ്. അത് അവിടെ ഒരു ജെറൻഡ് ആണ്, വെർബിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു നൗൺ. ഗെറ്റിംഗ് അപ്പ്. അങ്ങനെ ഒരു ജെറൻഡ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒരു നൗൺ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒരു പ്രോനൗൺ ഉപയോഗിക്കാം. അപ്പോൾ ഹീ ഈസ് യൂസ്ഡ് ടു ഇറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് എന്നത് ഒരു പ്രോനൗൺ ആണ്. ഹീ ഈസ് യൂസ്ഡ് ടു ദ സൗണ്ട് ഓഫ് ദാറ്റ് എൻജിൻ. ആ എൻജിൻ്റെ സൗണ്ടുമായിട്ട്, സൗണ്ട് അതൊരു നൗണാണ്, സൗണ്ടുമായിട്ട് അവൻ പരിചയമായി കഴിഞ്ഞു, അവൻ ശീലമായി കഴിഞ്ഞു എന്നതാണ്. യൂസ്ഡ് ടു ഉപയോഗിക്കുമ്പോൾ ഹീ യൂസ്ഡ് ടു റൺ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ യൂസ്ഡ് ടു എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഒരു ഇൻഫിനിറ്റീവിൻ്റെ ടു ആണ്. അതേസമയം ഹീ ഈസ് യൂസ്ഡ് ടു റണ്ണിങ്. ഓട്ടം അവന് ശീലമായി എന്നതാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടു എന്നത് ഒരു പ്രെപ്പോസിഷനാണ്. ഇനി നമുക്ക് നെഗറ്റീവ് ഫോംസ് നോക്കാം. ഹീ യൂസ് ടു ഗെറ്റ് അപ്പ് ഏർലി. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അവൻ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടായിരുന്നു എന്നല്ലേ. അവിടെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം, അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല എന്ന് പറയണ്ടേ. അവന് നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ല എന്ന് പറയണ്ടേ. അപ്പോൾ യൂസ്ഡ് ടു എന്നതിനെ നമ്മൾ ഡിഡൻറ്റ് യൂസ് ടു എന്നാക്കണം. അപ്പോൾ നെഗറ്റീവ് ഫോമായി. ഹീ ഡിഡൻറ്റ് യൂസ് ടു ഗെറ്റ് അപ്പ്. ഡിഡൻറ്റ് യൂസ് എന്നാക്കി. അവിടെ ഡി എന്ന ഒരു ലെറ്ററിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഡിഡൻറ്റ് എന്ന് യൂസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അതാണ് നെഗറ്റീവ് ഫോം. പിന്നെ വേറൊരു തരത്തിലും നെഗറ്റീവ് ഫോം ഉണ്ടാക്കാം. ഹീ നെവർ യൂസ്ഡ് ടു ഗെറ്റ് അപ്പ് ഏർലി. ഹീ നെവർ യൂസ്ഡ് ടു ഗെറ്റ് അപ്പ് ഏർലി. നെവർ എന്നുള്ള ഒരു വേർഡ് ഉപയോഗിച്ചു, അതൊരു നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ പിന്നീട് ഡിഡൻറ്റ് എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹീ നെവർ യൂസ്ഡ്, അവിടെ യൂസ്ഡ് ആണ് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ടു ഗെറ്റ് അപ്പ് ഏർലി. ഇനി നമുക്ക് ബി യൂസ്ഡ് ടുവിൻ്റെ നെഗറ്റീവ് ഫോം നോക്കണ്ടേ. ഹീ ഈസ് യൂസ്ഡ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി എന്നതിൻ്റെ നെഗറ്റീവ് ഫോം എന്തായിരിക്കും? ഹീ ഈസ് നോട്ട് എന്നാക്കുക. ഒരു നോട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഹീ ഈസ് നോട്ട് യൂസ്ഡ് ടു ഗെറ്റിംഗ് അപ്പ് ഏർലി എന്നായി മാറി. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഷീ യൂസ്ഡ് ടു ഗോ ടു ടെമ്പിൾ. അവൾക്ക് അമ്പലത്തിൽ പോകുന്ന ശീലം ഉണ്ടായിരുന്നു. ഷീ ഈസ് യൂസ്ഡ് ടു ഗോയിങ് ടു ടെമ്പിൾ. ശ്രദ്ധിക്കുക, ഗോ എന്നത് മാറി ഗോയിങ് ആയി. അവൾക്ക് അമ്പലത്തിൽ പോകുന്നത് ഒരു ശീലമായി ഇപ്പോൾ, പണ്ടല്ല ഇപ്പോൾ. വി യൂസ് ടു വർക്ക് 10 hours എവറി ഡേ. പണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ 10 hours ഒക്കെ വർക്ക് ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ അല്ല. വി ആർ യൂസ്ഡ് ടു വർക്കിംഗ് 10 hours എ ഡേ. 10 hours ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കത് ശീലമായി എന്നാണ് അർത്ഥം. ഇപ്പോൾ യൂസ്ഡ് ടു ഉപയോഗിക്കുമ്പോഴും ബി യൂസ്ഡ് ടു ഉപയോഗിക്കുമ്പോഴും വളരെ ഡിഫറൻ്റ് ആണ് എന്ന് മനസ്സിലായില്ലേ?